ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം. ഏപ്രിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏപ്രിൽ എക്സാമിന് മുന്നേ മാർച്ചിൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. ചിലപ്പോൾ അതിന് മുന്നേ ആയിരിക്കും നിങ്ങളുടെ PCP ക്ലാസ് ഉണ്ടാവുന്നത്, അതായത് പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് പോകുമ്പോൾ നമ്മൾ എന്ത് കൊണ്ടുപോകണം? റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകണം. കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. അപ്പോൾ എന്താണ് റെക്കോർഡ് ബുക്ക്, എങ്ങനെ എഴുതണം, എത്ര ക്വസ്റ്റ്യൻസ് എഴുതണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ സബ്ജക്ട്സിനും കൂടി ഒരു റെക്കോർഡല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് പറയാൻ കാര്യം ഒരുപാട് പേര് വിളിച്ചങ്ങനെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ് ഉണ്ടോ ഓരോന്നിനും ഓരോ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് മേടിക്കണം. ഇപ്പോൾ ഞാൻ ഒരെണ്ണം കാണിക്കാം. ഇത് കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കാണ്. അപ്പോൾ ഇത് ഓൾറെഡി ബുക്ക് സ്റ്റോളിലൊക്കെ അവൈലബിൾ ആണ്. വളരെ വലിയ കോസ്റ്റ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റ് പേജ് നോക്കിക്കോണേ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഫസ്റ്റ് പേജിൽ നമ്മൾ പേര് കൊടുക്കുക. പേരിന് ശേഷം മെയിനായിട്ട് ഓർക്കേണ്ടത് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പറാണ്. എൻറോൾമെൻറ്റ് നമ്പർ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അതാണ് കൊടുക്കാനുള്ളത്. ബാക്കിയൊക്കെ ഉള്ളത് നമ്മുടെ ടീച്ചേഴ്സ്, സ്റ്റഡി സെൻറ്ററിലെ ടീച്ചേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കാനുള്ളത് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇൻഡെക്സിൻ്റെ പേജും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇതാണ് ഇൻഡെക്സിൻ്റെ പേജ് വരുന്നത്. ഈ ഇൻഡെക്സിൽ എഴുതാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര എക്സ്പെരിമെൻ്റ് ആണോ ചെയ്യുന്നത് അതാണ്, അതിൻ്റെ ഹെഡിങ് ആണ് ഇവിടെ കൊടുക്കാനുള്ളത്. അതുപോലെ അത് ഏതൊക്കെ പേജിലാണ് ഉള്ളതെന്ന് വെച്ചാൽ പേജ് നമ്പറും കൊടുക്കണം. പിന്നെ അതിൻ്റെ ഡേറ്റ്, സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഡെക്സിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി അതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി സെൻറ്ററിൽ പോകുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ റെക്കോർഡ് എഴുതുമ്പോഴേ നമ്മുടെ ഇഷ്ടത്തിനല്ല റെക്കോർഡ് എഴുതാനുള്ളത്. ലാബ് മാനുവലിൽ അതിൻ്റെ കൃത്യമായ പ്രൊസീജിയർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി ആ കൃത്യമായ ഓർഡർ ഫോളോ ചെയ്ത് വേണം നിങ്ങൾ റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ട്. ഓരോ സബ്ജക്ട്സിനും എത്ര എക്സ്പെരിമെൻറ്റ്സ് എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് പൊതുവേ ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് ലാബ് മാനുവലിൽ എത്ര എക്സ്പെരിമെൻ്റ് ആണോ ഉള്ളത് അതിൽ പകുതി കൂടുതൽ എങ്ങനെയായാലും നിങ്ങൾ എഴുതണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്ററിനോട് ചോദിച്ച് മനസ്സിലാക്കുക എത്ര എക്സ്പെരിമെൻ്റ് മിനിമം നമ്മൾ എഴുതിയിരിക്കണം എന്നുള്ളത്. റെക്കോർഡ് എഴുതാനുള്ളത് ലാബ് മാനുവലിൽ നോക്കിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ലാബ് മാനുവൽ എവിടെ നിന്ന് കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2024 ഏപ്രിൽ ബാച്ചിൽ രജിസ്റ്റർ ചെയ്ത ഓൾമോസ്റ്റ് സ്റ്റുഡൻസിനും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വരുന്നതിനോടൊപ്പമാണ് ലാബ് മാനുവലും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഗുരുകുൽ കോളേജിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. PCP ക്ലാസ്സും പ്രാക്ടിക്കൽ എക്സാമും അറ്റൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ID കാർഡിലുള്ള സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ PCP ക്ലാസ്സിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പർ നമ്മുടെ NIOSൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ ചില സെൻറ്ററിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരും എത്ര എക്സ്പെരിമെൻ്റ് എഴുതണം എന്ന്. ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് ചിലപ്പോൾ ചില സെൻറ്ററിൽ നിന്ന് പറയാം 5 എണ്ണം എഴുതിയാൽ മതി എന്നൊക്കെ പറയുന്ന സെൻറ്ററുകളും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക എത്ര റെക്കോർഡ് ബുക്കിലുള്ള എത്ര എക്സ്പെരിമെൻ്റ് എഴുതണം എന്നുള്ളത്. ഓക്കെ, പ്രാക്ടിക്കൽ റെക്കോർഡുമായോ NIOSുമായി റിലേറ്റ് ചെയ്തോ എന്ത് ഡൗട്ട്സിനും ഉടൻ തന്നെ പേജ് ഫോളോ ചെയ്യൂ ഗുരുകുൽ കോളേജ്.